school family. അപ്പോൾ നമ്മുടെ CUT എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള CUT എക്സാംസിന് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. The source of വളരെ സിമ്പിൾ ചോദ്യമാണ്. The source of electrical energy on the Apollo moon flight was. So Apollo moon flightനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു സ്പേസ് റിസർച്ച് പ്രോഗ്രാമിന് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണോ, ജനറേറ്റർ സെറ്റ് ആണോ, നിക്കൽ കാഡ്മിയം സെൽ ആണോ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ആണോ? അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, അതൊരു ഗാൽവനിക് സെല്ലാണ്, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലെ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രത്യേകത എന്താ? യെസ്, അത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ ആ ഫ്യൂവൽ സെൽസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയാ അല്ലെ? അതായത് ഗാൽവനിക് സെൽ എന്നും അതിനെ പറയാറുണ്ട്. നമ്മുടെ ഫ്യൂവൽ സെൽ അതിനൊരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഫ്യൂവൽ സെൽസിൽ നമ്മുടെ ഹൈഡ്രജൻ, മീതെയിൻ, അതേപോലെ തന്നെ മെത്തനോൾ. ഹൈഡ്രജൻ, മീതെയിൻ, മെത്തനോൾ. അപ്പോൾ ഇവർ ഇങ്ങനത്തെയുള്ള ഫ്യൂവൽസിനൊക്കെ കത്തിക്കുന്നു. ആ കത്തിച്ചിട്ടുള്ള ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ആർ ഡിസൈൻ ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീതെയിൻ, മെത്തനോള്. ഇതിനൊക്കെ കത്തിക്കുന്നു. എന്നിട്ട് ആ ഒരു കമ്പഷൻ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും. അത്തരത്തിലുള്ള സെല്ലാണ് നമ്മുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ മറക്കണ്ട, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഫ്യൂവൽ സെൽസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര പൊല്യൂഷൻ ഫ്രീ ആണ്. കാരണം ഫ്യൂവൽ സെല്ലിന്റെ ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ്, H2O അല്ലെ? ബൈ പ്രൊഡക്റ്റ് എന്താണ്? വെള്ളം പൊല്യൂഷൻ ഉണ്ടാക്കുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഒന്ന് പഠിക്കണം. ഇതിന്റെ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? ഇതാ ഇവിടെ നമ്മുടെ ഇലക്ട്രോഡ് കാണാനുണ്ട് അല്ലേ? ഇവിടെ 2 ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ആനോഡ്, അതേപോലെ നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള കാഥോഡും അല്ലെ? നെഗറ്റീവ് ചാർജുള്ള ആനോഡും പോസിറ്റീവ് ചാർജുള്ള കാഥോഡും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇലക്ട്രോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ്? പ്ലാറ്റിനം ആണോ, നിക്കലാണോ, ഏതാണ്? യെസ്, പോറസ് കാർബൺ ഇലക്ട്രോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഏതാ യൂസ് ചെയ്യുക? പോറസ് കാർബൺ ഇലക്ട്രോഡ്. സോ പോറസ് കാർബൺ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉള്ള കാർബണിന്റെ ഇലക്ട്രോഡാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ ആനോഡിന്റെ ഭാഗത്തുകൂടെ നമ്മൾ ഹൈഡ്രജനെ കടത്തിവിടും, കാഥോഡിന്റെ ഭാഗത്തുകൂടെ ഓക്സിജനെ കടത്തിവിടും. ആനോഡിന്റെ ഭാഗത്തൂടെ ഹൈഡ്രജനെയും കാഥോഡിന്റെ ഭാഗത്തൂടെ ഓക്സിജനെയും ആണ് നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ റിയാക്ഷൻ നടക്കുന്നു, നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് മക്കളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഫ്യൂവൽ സെൽ റിയാക്ഷൻ. ഓക്കെ, ഫ്യൂവൽ സെല്ലിലെ റിയാക്ഷൻ. സോ ഫ്യൂവൽ സെല്ലിലെ റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ നമുക്ക് അറിയാം അല്ലേ? ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് ഉണ്ടാവുന്നത്. സോ വെള്ളം ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O അല്ലേ? ഇതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. ഇനി ആനോഡിലും കാഥോഡിലും നടക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിലൂടെ നമ്മൾ ആരെയെ പാസ് ചെയ്യിപ്പിക്കുക? ഹൈഡ്രജനെ അല്ലെ? ഹൈഡ്രജനെയാണ് പാസ് ചെയ്യിപ്പിക്കുക. അപ്പൊ അത് ഇവിടെ എഴുതുക 2H2. ഇനി കാഥോഡിലൂടെ നമ്മൾ ആരെയെ പാസ് ചെയ്യിപ്പിച്ച? ആ സൈഡിലൂടെ ഓക്സിജനെ അല്ലേ പാസ് ചെയ്യിപ്പിച്ചേ? ഓക്സിജനെ പാസ് ചെയ്യിപ്പിച്ച. അപ്പൊ അതിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഉണ്ടാവുന്നത് വെള്ളമാണ്
വെള്ളം എന്ന് പറഞ്ഞാൽ H+ഉം OH-ഉം. വെള്ളം എന്ന് പറഞ്ഞാൽ H+ഉം OH-ഉം. ഓക്കെ, ഇവിടെ എത്ര H+ ഉണ്ട് മക്കളെ? 2 2 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 4 H+ കിട്ടും അല്ലെ? 4 H+ ഉണ്ടെങ്കിൽ എത്ര OH- വേണം വെള്ളം കിട്ടാൻ? 4 OH- വേണം. അപ്പൊ ഇവിടെ ഞാൻ 4 OH- ഇട്ടു കൊടുത്തു. അപ്പൊ ദാ 4 H+ഉം 4 OH- കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് 4 H2O കിട്ടും. 4 H2O കിട്ടും. ഇനി ആനോഡാണ്. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ നടക്കുക ഓക്സിഡേഷൻ. ആനോഡിൽ നടക്കുക ഓക്സിഡേഷൻ അല്ലെ? നമുക്കറിയാം, നമ്മളൊരു കോഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ലോൺ എന്താ ലോൺ എന്ന് പറഞ്ഞാല്? ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുക ആനോഡിൽ. ഓക്സിഡേഷൻ നടക്കുക ആനോഡിൽ. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്. അതാണ് ലോൺ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുക ആനോഡിൽ. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്. ലോൺ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ? 4 OH- ആണ് അല്ലെ? 4 എണ്ണാണ്. അപ്പൊ 4 ഇലക്ട്രോണിനെയാണ് നഷ്ടപ്പെടുക. ഓക്കെ, ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഇവിടെ O2 ഓവറോൾ റിയാക്ഷൻ ഇതാണ് കിട്ടേണ്ടത് അല്ലെ? യെസ്. അപ്പൊ 2H2 O2. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇവിടെ 4 H2O ഉണ്ട്. 4 H2O വേണോ? വേണ്ട, 2 H2O മതി അല്ലെ? 2 H2O മതി. അപ്പൊ 2 H2O കിട്ടണമെങ്കിൽ എന്ത് ഇട്ടാൽ മതി? ഇവിടെ 2 H2O ഇടാം. ഇവിടെ റൈറ്റ് സൈഡിൽ 4 H2O ഉണ്ട്. അതിൽ നിന്ന് 2 H2O ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 H2O ഇട്ട് കൊടുക്കുക. ഓക്കെ, റെഡി? യെസ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? യെസ്, ഇവിടെ 4 ഇലക്ട്രോൺ ഉണ്ട്. ആ 4 ഇലക്ട്രോൺ നമുക്ക് വേണോ? വേണ്ട, 4 ഇലക്ട്രോൺ നമുക്ക് ഇവിടെ ആവശ്യമില്ല അല്ലെ? അപ്പൊ ആ 4 ഇലക്ട്രോണിനെ കളയാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇവിടെ 4 ഇലക്ട്രോൺ, ലെഫ്റ്റ് സൈഡിൽ 4 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഗീസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ 4 OH- കാണാനുണ്ട് അല്ലെ? അത് നമുക്ക് ആവശ്യമുണ്ടോ മക്കളെ? ഈ 4 OH- ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല. നമ്മുടെ റൈറ്റ് സൈഡില് ആ 4 OH- ഈ ഒരു സൈഡിൽ നമുക്ക് 4 OH- ആവശ്യമില്ല. അപ്പൊ 4 OH- ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ എന്ത് ഇട്ട് കൊടുക്കുക? 4 OH- ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ക്യാൻസൽ ആയി പോക്കോളും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓവറോൾ സെൽ റിയാക്ഷൻ ഫ്യൂവൽ സെല്ലിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ഐഡന്റിഫൈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഫ്രം ദ ഫോളോവിങ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് വരാറുണ്ട് അല്ലെ? ഓരോ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നോക്കിക്കേ, അറ്റ് കാഥോഡ് ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ് ടു OH-. ശരിയാണോ? അറ്റ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ, എവിടെ പോയി? യെസ്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ, ഓക്സിജൻ എന്താവുന്നുണ്ട്? OH- ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി അടുത്തത്, അറ്റ് ആനോഡ് ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫോം വാട്ടർ. ആനോഡില് ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ ആവുന്നുണ്ട്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി the cell runs continuously even if reactants are not supplied. നമ്മൾ റിയാക്ടൻസ് കൊടുത്തില്ലെങ്കിലും ഹൈഡ്രജനും ഓക്സിജനും കൊടുത്തില്ലെങ്കിലും സെൽ അവിടെ നടന്നോളും എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ? അല്ല അല്ലെ? അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കറക്റ്റ് അല്ല. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും സപ്ലൈ ചെയ്താലാണ് നമ്മുടെ സെൽ അവിടെ റൺ ചെയ്യുള്ളൂ അല്ലെ? ഇനി വാട്ടർ ഈസ് ഫോംഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് വെള്ളമാണ്. അത് കറക്റ്റ് ആണ് അല്ലെ? അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ സി ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, റെഡി? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് ഈസ് നോട്ട് ട്രൂ ഫോർ ദ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽസിന്റെ കേസിൽ കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഫ്യൂവൽ സെല്ലിന്റെ കേസിൽ കറക്റ്റ് അല്ലാത്തത് എഫിഷ്യന്റ് ആണ്. എഫിഷ്യന്റ് ആണ് അല്ലെ? ഇനി പൊല്യൂഷൻ ഫ്രീ ആണ്. അത് നമുക്കറിയാം, പൊല്യൂഷൻ ഫ്രീ ആണ്. ക്യാൻ ബി യൂസ്ഡ് ബൈ ആസ്ട്രോനട്സ്. എന്താ? കറക്റ്റ് ആണ്. അപ്പോളോ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്തതാണ്. അപ്പൊ ആസ്ട്രോനട്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. നോട്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നു.
കോസ്റ്റ് എഫക്റ്റീവ് അല്ല, പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, സോ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ അല്ല. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. ഇൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ the reactants are bubbled through which electrodes? അപ്പോൾ ഏത് ഇലക്ട്രോഡ്സിലൂടെയാണ് നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കുന്നത്? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ റിയാക്റ്റൻസിനെ ആരാ? ഹൈഡ്രജനും ഓക്സിജനുമാണ് റിയാക്റ്റൻസ് അല്ലേ? അപ്പം നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫ്യൂവൽ സെൽ എങ്കിൽ ഇത് നമ്മുടെ ആനോഡ് ആൻഡ് ഇത് നമ്മുടെ കാഥോഡ്. പോറസ് കാർബൺ ഇലക്ട്രോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ആനോഡിന്റെ സൈഡിലൂടെ ആനോഡ് ആൻഡ് ദിസ് ഈസ് കാഥോഡ്. ആനോഡിന്റെ സൈഡിലൂടെ നമ്മൾ ആരെ കൊടുക്കും? ഹൈഡ്രജനെ കൊടുക്കും അല്ലെ? കാഥോഡിന്റെ സൈഡിലൂടെ നമ്മൾ ഓക്സിജനെ കൊടുക്കും. ആൻഡ് റിയാക്ഷൻ നടന്ന് ബൈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക വാട്ടറാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ഏതാണ്? പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുക. പോറസ് ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള കാർബൺ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അടുത്ത നോക്കിക്കേ. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണോ ഇലക്ട്രോലിറ്റിക് സെല്ലാണോ? ബോത്ത് ഇലക്ട്രോ കെമിക്കൽ ആൻഡ് ഇലക്ട്രോലിറ്റിക് സെല്ലാണോ? നെയ്തർ ഇലക്ട്രോ കെമിക്കൽ നോർ ഇലക്ട്രോലിറ്റിക് സെല്ലാണോ? ഏതാണ്? യെസ്, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെ? ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ് നമ്മുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവണം, അതില് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ്. ഓക്കെ, സോ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫ്യൂവൽ സെൽ? ഫ്യൂവൽ സെല്ലിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ദിസ് സെൽ യൂസസ് റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ടു ഫോം അമോണിയ. നൈട്രജനും ഹൈഡ്രജനും ഒക്കെ ചേർന്ന് അമോണിയ ആണോ ഉണ്ടാവുന്നത്? അല്ല അല്ലെ, വാട്ടർ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആണ് ഫ്യൂവൽ സെല്ലിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി അടുത്തത്, കാറ്റലിസ്റ്റ് സച്ച് ആസ് ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം മെറ്റൽ ഡു നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇവർക്ക് റോൾ ഉണ്ട് അല്ലെ? നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനവും പലേഡിയവും ഒക്കെ നമ്മൾ ഇതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ. ദി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇൻ ഫ്യൂവൽ സെൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ തെർമൽ പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ? ദ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇൻ ഫ്യൂവൽ സെൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ തെർമൽ പ്ലാന്റ്സ്. അപ്പൊ തെർമൽ പ്ലാന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ സെല്ലിലുള്ള എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ദ സെൽ ക്യാൻ റൺ ഈവൻ വെൻ റിയാക്ടന്റ് സപ്ലൈ സ്റ്റോപ്സ്. റിയാക്ടന്റ് സപ്ലൈ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും സെല്ലിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? അല്ല, അത് കറക്റ്റ് അല്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലായല്ലോ. യെസ് മക്കളെ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഹൗ മച്ച് കാൽഷ്യം വിൽ ബി ഒപ്റ്റൈൻ? അപ്പൊ ഇത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൗ മച്ച് കാൽഷ്യം വിൽ ബി ഒപ്റ്റൈൻ വെൻ 4 ഫാരഡേസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡ്. മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുകിയ അവസ്ഥയിലുള്ള കാൽഷ്യം ക്ലോറൈഡ് ആണ് അല്ലെ? മോൾട്ടൻ. അപ്പൊ ഈ മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡിലൂടെ 4 ഫാരഡേ ആണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കാൽഷ്യമാണ് ഡെപ്പോസിറ്റ് ചെയ്യുക? അപ്പോൾ നോക്കിയേ, മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ കാൽഷ്യം 2+ അയോണുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ കാൽഷ്യം 2+ അയോൺസ് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക? കാൽഷ്യം 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ? റിഡക്ഷൻ നടക്കും. എന്നിട്ട് കാൽഷ്യം മെറ്റൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? കാൽഷ്യം 2+ അയോണുകൾ റിഡക്ഷൻ നടക്കും, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് കാൽഷ്യം മെറ്റൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഇവിടെ 2
മോൾ ഇലക്ട്രോൺസ് അല്ലെ, 2 മോൾ ഇലക്ട്രോൺസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇവിടെ 2 മോൾ ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം മക്കളെ, എന്താ 1 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 96500 കൂളോം പെർ മോൾ ആണ്. ഇത്രയും ചാർജ് ആണ് 1 ഫാരഡ് അല്ലെ. 96500 കൂളോം പെർ മോൾ. ഇത്രയും ചാർജിനെയാണ് നമ്മൾ 1 ഫാരഡ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് ദ ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ. അതായത് 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ 1 ഫാരഡ് എന്ന് വിളിക്കുക. 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ്, അതാണ് 1 ഫാരഡ്. അപ്പൊ ഇവിടെ 2 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയായിരിക്കും? 2 ഫാരഡ്. സോ 2 ഫാരഡ് ഉണ്ടെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ആവും മക്കളെ? 1 മോൾ കാൽഷ്യം അല്ലെ. 1 മോൾ കാൽഷ്യം ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. ഇവിടെ 1 മോൾ അല്ലേ ഉള്ളൂ, 1 മോൾ കാൽഷ്യം ഡെപ്പോസിറ്റ് ആവും. 1 മോൾ കാൽഷ്യം എന്ന് പറഞ്ഞാൽ 40 ഗ്രാം അല്ലെ. കാൽഷ്യത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാ? കാൽഷ്യത്തിന്റെ ആറ്റോമിക് മാസ് 40 ആണ്. 40 ഗ്രാം പെർ മോൾ ആണ് അല്ലെ. അപ്പൊ 40 ഗ്രാം, 2 ഫാരഡ് ഉണ്ടെങ്കിൽ 40 ഗ്രാം ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഫാരഡ് ഉണ്ടെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ആവുക? 40/2 20 ഗ്രാം ഡെപ്പോസിറ്റ് ആവും അല്ലെ. 4 ഫാരഡ് ആണെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ആവുക? സിമ്പിൾ മാത്സ് അല്ലെ. 4 ഫാരഡ് ആണെങ്കിൽ 20 × 4 80 ഗ്രാം ഡെപ്പോസിറ്റ് ആവും. 80 ഗ്രാം ഡെപ്പോസിറ്റ് ആവും അല്ലെ. സോ ഓപ്ഷൻ സി 80 ഗ്രാം ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. യെസ്. അപ്പൊ കൊറോഷൻ അപ്പൊ ഇത് കൊറോഷനുമായിട്ട്, അതായത് ലോഹനാശനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഇരുമ്പ് തുരുമ്പിക്കും അല്ലെ, അതേപോലെ നമ്മുടെ മെറ്റൽസിനൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ നാശം സംഭവിക്കും. അതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. സോ കൊറോഷനില് എ മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ടു ഓക്സിജൻ. അപ്പൊ ആദ്യം തന്നെ എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ? കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആണ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയാം. സോ കൊറോഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മെറ്റലിന്റെ പാർട്ട് ഒരു ആനോഡ് പോലെ ആക്ട് ചെയ്യും. പ്യുവർ മെറ്റലിന്റെ പാർട്ട് ഒരു ആനോഡ് പോലെയാണ് ആക്ട് ചെയ്യുക. ആൻഡ് തുരുമ്പിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള ഭാഗം അല്ലെ, ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡ് പോലെ ആക്ട് ചെയ്യും. ഇനി മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടും അല്ലെ. ആനോഡ് അല്ലേ, പ്യുവർ മെറ്റൽ ആനോഡാണ്. സോ മെറ്റൽ ലോസസ് ഇലക്ട്രോൺ അല്ലെ. മെറ്റൽ ലോസസ് ഇലക്ട്രോൺ ആൻഡ് ഓക്സിജൻ അക്സെപ്റ്റ് ഇറ്റ്. അത് ആര് അക്സെപ്റ്റ് ചെയ്യും? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ മെറ്റല് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു, ഓക്സിജൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ കൊറോഷനിൽ നടക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. എ മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ ടു ഓക്സിജൻ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊറോഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ ഫിനോമിനൻ അല്ലേ? യെസ്, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ ഫിനോമിനൻ. ഇനി അടുത്തത്, ദ ഒബ്ജക്റ്റ് അണ്ടർ കൊറോഷൻ ബിഹേവ്സ് ആസ് ആനോഡ്. കൊറോഷൻ സംഭവിക്കുന്ന മെറ്റല് ഒരു ആനോഡ് പോലെയാണ് ആക്ട് ചെയ്യുക. യെസ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് കോട്ടിംഗ് ദ മെറ്റൽ വിത്ത് സിങ്ക്. ഇപ്പൊ നമ്മുടെ ഇരുമ്പൊക്കെ തുരുമ്പിച്ച് അങ്ങനെ നശിച്ചു പോകുമ്പോൾ ഇരുമ്പിനെ സിങ്ക് വെച്ചിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെ ഗാൽവനൈസേഷൻ എന്നാണ് പറയാം. ഗാൽവനൈസേഷൻ എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ് അല്ലെ. അതും കറക്റ്റ് ആണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് തന്നിട്ടുള്ളത് കറക്റ്റ് ആണ്. ഓൾ ആർ കറക്റ്റ്. സോ എയും ബിയും സിയും ഡിയും എല്ലാം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ. Which of the following statement is incorrect with respect to the plot of molar conductivity versus square root of concentration?
മോളാർ കണ്ടക്ടിവിറ്റി അല്ലെ, മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മുടെ ഗ്രാഫ് അല്ലെ, നമ്മുടെ ഡി ബൈ ഹക്കൽ ഹോൺസാഗർ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് അല്ലെ, ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം, കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് വൺ, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് a straight line with extrapolatable intercept of limiting molar conductivity is obtained. അപ്പോൾ ആദ്യം തന്നെ ഗ്രാഫ് അറിയണം മക്കളെ. സോ ഗ്രാഫ് നമുക്ക് നോക്കാം അല്ലെ, മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ എങ്ങനെയാ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക മക്കൾക്ക് അറിയായിരിക്കും. ആദ്യതാ നോക്കിക്കോ, ഇതാ ഇവിടെ മിസ് എന്തെടുക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ എടുക്കാം ആൻഡ് ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി എടുക്കാം. ഓക്കെ, സോ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് കിട്ടാറുള്ളത്? യെസ്, ഇതാ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക അല്ലെ. ദിസ് ഈസ് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ്. ഓക്കെ, സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഇനി ഇതിനെ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ച് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ വൈ ആക്സിസിൽ വന്ന് മുട്ടും. ദാറ്റ് ഈസ് വൈ ഇന്റർസെപ്റ്റ് അല്ലെ. സോ ആ വൈ ഇന്റർസെപ്റ്റ് ചെയ്ത മക്കളെ, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി λ0m ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റിന് നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് എങ്ങനെയാ കിട്ടുക? ദാ ഇങ്ങനെയാണ് വരിക അല്ലെ. ദിസ് ഈസ് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല അല്ലെ. എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എവിടെയും മുട്ടിക്കാനായിട്ട് പറ്റില്ല. കാരണം ദിസ് ഗ്രാഫ് ഈസ് നോൺ ലീനിയർ അല്ലെ. ഇത് ലീനിയർ ആണ്, ലീനിയർ ആയിട്ടുള്ള ഗ്രാഫാ കിട്ടുക. പക്ഷെ ഇത് നോട്ട് ലീനിയർ അല്ല. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് ഗ്രാഫിക്കലി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ with extrapolatable intercept of limiting molar conductivity λ0m is obtained. This is correct statement അല്ലെ. അടുത്തത്, for strong electrolyte a straight line with a negative slope is obtained. നെഗറ്റീവ് സ്ലോപ്പ് ആണോ നമുക്ക് കിട്ടുന്നത്? അതെ അല്ലെ, നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുന്നത്. നോക്കിക്കേ, ഇത് ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. നോക്കി, നമ്മുടെ ഡി ബൈ ഹക്കൽ ഹോൺസാഗർ ഇക്വേഷൻ ആണ് അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് എ റൂട്ട് സി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എ റൂട്ട് സി പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി അല്ലെ. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. ഈ ഒരു ഇക്വേഷൻ പോലെയാണ് ഇത് കിടക്കുന്നത്. സോ ഇതിൽ m ആണ് നമ്മുടെ സ്ലോപ്പ്. m ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ് അല്ലെ. സോ ദാറ്റ് സ്ലോപ്പ് ഈസ് മൈനസ് എ. സ്ലോപ്പ് ഈസ് മൈനസ് എ. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സ്ലോപ്പ് മൈനസ് എ ആണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. ഇതും കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. പോസിറ്റീവ് സ്ലോപ്പ് ആണോ കിട്ടുന്നത്? അല്ല, നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് അടുത്തത്, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോട്ട് ഒബ്റ്റൈൻഡ്. കിട്ടുന്നില്ല അല്ലെ. വീക്ക് ഇലക്ട്രോലൈറ്റ് കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഒരു നോട്ട് ലീനിയർ ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For the cell in which the following reaction occurs, 2Au3 plus 6Br minus gives 2Au plus 3Br2. ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ E0 സെല്ല്, നമ്മുടെ EMF ഓഫ് ദ സെല്ല് തന്നിട്ടുണ്ട്. 2.49 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. എന്താണ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്? ഡെൽറ്റ G0 അല്ലെ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് മൈനസ് NF E0 സെല്ല്. ഇതാണ് ഇക്വേഷൻ. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NF E0 സെല്ല്. അപ്പൊ ഇതില് N എന്ന് പറഞ്ഞാൽ എന്താ? N എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്
അതാണ് n, നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ n എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? ഏതാ ഇവിടെ നോക്കിക്കേ, 2au3 2au ആയിട്ടാണ് മാറുന്നത് അല്ലെ. 2au3 2au ആയിട്ടാണ് മാറുന്നത്. അതായത് ഇവിടെ റിഡക്ഷൻ അല്ലേ നടക്കുന്നേ? റിഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം au3 3 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താലാണ് au ആയിട്ട് മാറുക അല്ലെ. 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്താൽ റിഡക്ഷൻ നടന്നിട്ട് അത് എന്താവും? au ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 3 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ 2au3 എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? 6 ഇലക്ട്രോൺ വേണ്ടി വരും അല്ലെ, 2au ആയിട്ട് മാറാൻ. അപ്പോൾ ഒരു au3 3 ഇലക്ട്രോൺ വേണമെങ്കിൽ 2au3 എത്ര വേണം? 6 ഇലക്ട്രോൺ വേണം. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഇവിടുത്തെ n നമുക്ക് കിട്ടി. n എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസ് ആണ് അല്ലെ, 6 ആണ് വരിക. ഇനി f എന്താടാ? f എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് f, ദാറ്റ് ഈസ് 96500 ആണ് നമ്മൾ അത് എടുക്കുക. ഫാരഡേസ് കോൺസ്റ്റന്റ് 96500. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് n എത്രയാ? 6. f എത്രയാ? 96500 ഇൻറ്റു E0 സെൽ എത്രയാ? E0 സെൽ എന്ന് പറഞ്ഞാൽ 2.49 ആണ്. സോ 2.49 ചെയ്യാം. ഓക്കെ, സോ ഇത് ചെയ്തിട്ട് ആൻസർ എത്രയാന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ, -6 ഇൻറ്റു 96500 ഇൻറ്റു 2.49 ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് കിട്ടുന്നത് 1441710 ഇത്രയും ജൂൾ പെർ മോൾ ആണ് കിട്ടുക. ഇനി ഇതിനെ കിലോ ജൂളിലാണ് നമ്മുടെ ആൻസേഴ്സ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. സോ അതിനെ കിലോ ജൂളിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. സോ ആൻസറിനെ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 2 3 അല്ലെ, 3 പ്ലേസ് നീക്കി നമുക്ക് പോയിന്റ് വരും. സോ 144.1.7 അല്ലെ, 0.7 കിലോ ജൂൾ പെർ മോൾ അല്ലെ, കിലോ ജൂൾ പെർ മോൾ. അപ്പൊ ഇതിനെ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? 0.7 അല്ലേ. അപ്പൊ റൗണ്ട് ചെയ്തിട്ട് 1442 എന്ന് വേണമെങ്കിൽ എടുക്കാം. 1442 കിലോ ജൂൾ പെർ മോൾ എന്ന് എടുക്കാം അല്ലെ. സോ മൈനസ് ഇടാൻ മറക്കണ്ട കേട്ടോ, മൈനസും കൂടെ ഇടാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, -1442 കിലോ ജൂൾ ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്തത് നോക്കിക്കേ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl. KClനെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാട്ടോ. KCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സോ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് increases on dilution. നമുക്കറിയാം അല്ലെ, ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ, ഓൺ ഡൈല്യൂഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏതിലേക്കാണ് മാച്ച് ചെയ്യാൻ പറ്റുക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡ്യൂ ടു വീക്കനിങ് ഓഫ് ഇന്റർ അയോണിക് അട്രാക്ഷൻസ് വഴിയാണ്. ഓൺ ഡൈല്യൂഷൻ എന്ത് സംഭവിക്കും? KClനെ നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇന്റർ അയോണിക് അട്രാക്ഷൻസ് വീക്ക് ആവും. ആൻഡ് അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കൂടുക. അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് വീക്ക് അല്ലേ മക്കളെ? വീക്ക് ആണ്. ഇറ്റ് ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആണ്. ഓക്കെ, ആൻഡ് അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl വേഴ്സസ് കോൺസെൻട്രേഷൻ, സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക അല്ലെ. ഇറ്റ് ഈസ് എ ലീനിയർ ഗ്രാഫ്. ഓക്കെ, ഇനി ഇത് വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്, അസറ്റിക് ആസിഡ്. സോ അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് ലീനിയർ ആണോ ഗ്രാഫ്? അല്ല അല്ലെ. ഇപ്പൊ ലീനിയർ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ലീനിയർ അല്ലെ, നോൺ ലീനിയർ ഗ്രാഫ് ആണ് കിട്ടുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിന്ന് ചെയ്തു. ഇനി അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ബാറ്ററീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പഠിക്കാം.